ഹലോ ഗേസ്, അപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. കുറച്ചായിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളൊന്ന് പാലാരിവട്ടത്ത് നിന്ന് ഞങ്ങൾ സൗത്ത് വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് വരെയായിരുന്നു പോയിട്ടുണ്ടായിരുന്ന, ഒരു കൊറിയർ ഉണ്ടായിരുന്നു, അത് എടുക്കാനായിട്ട് പോയതായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ ഹോസ്റ്റലിന് അടുത്തോട്ടാണ് പോയത്. നമ്മൾ നടന്ന് വഴി കണ്ടുപിടിച്ചിരിക്കുന്നു ഗേസ്. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് പോയി കൊറിയർ എടുത്തതിന് ശേഷം തിരിച്ചു പോകാൻ വഴി അറിയില്ല. അങ്ങനെ ഞങ്ങൾ വഴി തെറ്റിയിട്ട് പോകുമ്പോഴാണ് കണിക്കൊന്ന ഉണ്ടായി നിൽക്കുന്നു. ഏപ്രിൽ മാസത്തിന് മുന്നേ തന്നെ ഉണ്ടായി. ഇനി ഏപ്രിൽ മാസത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ ഈ വഴിക്കേ കാണില്ല. ഞങ്ങൾ അങ്ങോട്ട് പോയതും തിരിച്ചു വന്നിട്ടുള്ളത് മെട്രോയിൽ തന്നെയാണ്. ഞങ്ങൾക്ക് ഈസി ആയിട്ട് പോയിട്ട് വരാൻ അതായിരുന്നു ബെറ്റർ. അതുകൊണ്ട് ഞങ്ങൾ അതിലാണ് പോയിട്ടുണ്ടായത്. തിരിച്ച് സൗത്തിൽ നിന്ന് ഞങ്ങൾ മെട്രോ കയറാനായിട്ട് വന്നിട്ട് ഞങ്ങളവിടെ ഇരുന്നു. അപ്പം നോക്കിയപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പതാക കാറ്റിൽ നന്നായി പാറി. ഗൈസ്, നമ്മളിവിടെ റോഡ് ക്രോസ് ചെയ്യാണ്ട് എങ്ങനെ മെട്രോ സ്റ്റേഷൻ തന്നെ വഴി പുറത്ത് കിടക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾക്ക് വഴി മനസ്സിലാവുന്നില്ല. യെസ്, ഈ ചില്ല് കണ്ടിരുന്നു നമ്മൾ. അപ്പോൾ നമ്മുടെ പാലാരിവട്ടത്തും പൂത്തൊളിഞ്ഞ് നിൽക്കുകയാണ് നമ്മുടെ പിങ്ക് പൂവ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളാകപ്പാട് റോഡ് എങ്ങോട്ട് ക്രോസ് ചെയ്യും. ഫൈനലി നമ്മൾ വഴി കണ്ടുപിടിച്ചിരിക്കുന്നു. കണ്ടോ, ഈ മെട്രോ സ്റ്റേഷനിൽ ഒരു കുട്ടി പോലും ഇല്ല, ഞാനും ഇവളും മാത്രമേ ഉള്ളൂ. അവൾ എൻ്റെ ക്യാമറയിൽ വരില്ല, അവൾ ഇൻട്രോവേർട്ടാണ്. ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഞങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ വഴി തെറ്റിയിരിക്കുന്നു വീണ്ടും. അങ്ങനെ കുറേ നേരം റോട്ടിൽ നിന്ന് തെറ്റിത്താര കളിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ബൈ ബൈ പറഞ്ഞു ഗൈസ്.